യുവതിയുമായി ഉണ്ടായിരുന്ന ബലാത്സംഗം അല്ലാതെ രണ്ടുപേരുടെ സമ്മതത്തോടു കൂടിയുള്ള ബന്ധമായിരുന്നു എന്നുള്ളത് അടക്കമുള്ള ശബ്ദ സന്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ പത്തനംതിട്ട സെഷൻസ് കോടതിക്ക് കൈമാറിയത്. ഇത് ഗൗരവമായി തന്നെ നിരീക്ഷിച്ച കോടതി ആ ശബ്ദ സന്ദേശത്തിന്റെ നിർണായക അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ 18 ദിവസമായി ജയിൽവാസം അനുഭവിക്കുകയായിരുന്നു. പലതവണ തിരുവല്ല കോടതി ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം തള്ളിയിരുന്നുവെങ്കിലും ഇപ്പോൾ പത്തനംതിട്ട സെക്ഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയിരിക്കുന്നു. പല അവസരങ്ങളിലായി ഇവിടെ വാദപ്രതിവാദങ്ങൾ നടന്നെങ്കിലും കോടതി കേസ് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിജീവിതയ്ക്ക് അനുകൂലമായി കോടതി നിലപാടെടുക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും കോടതി തള്ളിയിരിക്കുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രധാന കാരണമാണ് പ്രോസിക്യൂഷൻ മുൻപോട്ട് വെച്ചിരുന്നത്. പക്ഷേ ആ വാദങ്ങളെല്ലാം തള്ളുന്നു. ആ വാദങ്ങളെയൊക്കെ തള്ളിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ജാമ്യം നൽകുന്നു. അതിന്റെ എല്ലാം പ്രധാന കാരണമായി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം ഹാജരാക്കിയ ശബ്ദ സന്ദേശമാണ്. അന്വേഷണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരത്തിലും സഹകരിക്കുന്നില്ലെന്നും ജാമ്യം നൽകിയ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്ന് ഉൾപ്പെടെയുള്ള പ്രോസിക്യൂഷൻ വാദങ്ങളെ എല്ലാം നികത്തിക്കൊണ്ട് കോടതി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയിരിക്കുക. വലിയ സന്തോഷം. നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷം. ഇതോടൊപ്പം ഒരു വലിയ ചോദ്യം കൂടി ഞാൻ മുന്നോട്ട് വെക്കുകയാ. ഈ 10-16 ദിവസത്തോളം എന്ന് പറഞ്ഞാൽ ജനുവരി 11 രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ അന്ന് മുതൽ ഇന്ന് 28-ാം തീയതി ആയിരിക്കുന്നു. 10-18 ദിവസത്തോളം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനു വേണ്ടി ജയിലിലിട്ടു? ആരാണ് നിർദ്ദേശം നൽകിയത്? എന്തായിരുന്നു തെളിവ്? ഈ ജാമ്യം നൽകുന്ന അവസരത്തിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. കോടതിയുടെ നിരീക്ഷണം വളരെ കൃത്യമാണ്, ശക്തമാണ്. എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്? ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു നടന്നത് എന്ന് പറഞ്ഞാൽ ബലാത്സംഗമല്ല, പീഡനമല്ല. പരാതിക്കാരും വാർത്താ മാധ്യമങ്ങളും കെട്ടിപ്പറച്ചു വിട്ട ക്രൂരതയ്ക്ക് എവിടെ പോയി? നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ 18 ദിവസം ഒരു നിരപരാധിയെ കൊണ്ടുപോയി ജയിലിലിട്ടതിന് ആര് സമാധാനം പറയുമെന്നുള്ളതിന് മറുപടി പറയണം. കേരളത്തിലെ മാധ്യമങ്ങൾ പറയണം, ഇവിടുത്തെ മുഖ്യമന്ത്രി പറയണം, ആഭ്യന്തരമന്ത്രി പറയണം, കേരളത്തിലെ പോലീസ് പറയണം. അല്ലേ? ഒരു വ്യാജ പരാതി നടന്നത് കൃത്യമായി അവിഹിതമാണെന്നുള്ള ബോധ്യമുള്ളിടത്താണ് അന്യായമായി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്, അന്യായമായി അയാളെ ജയിലഴിക്കുള്ളിലിട്ടത്. ഇതിന് മറുപടി പറയണം ഈ രാജ്യത്തിന്റെ നിയമം. ആ നിയമം പറയുന്നു ഇത് ബലാത്സംഗമല്ല, പീഡനമല്ല എന്ന്. എന്തർത്ഥത്തിൽ, ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ? കെട്ടിച്ചമച്ച പരാതിക്ക് മുന്നിൽ ഒരു നിരപരാധിയെ കൊണ്ടുപോയി ജയിലിനുള്ളിലിട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഈ നടപടികൾ ഉണ്ടാക്കിയെടുത്ത ആളുകൾ, ഇതിന് നിർദ്ദേശം നൽകിയ ആളുകൾ, ഇതിന് കുടപിടിച്ച ആളുകൾ, തലക്കെട്ടുകൾ ഉണ്ടാക്കിയ ആളുകൾ, രാഹുൽ മാങ്കൂട്ടത്തിലെ ക്രൂരനാക്കിയ ആളുകൾ, അയാളെ വലിയ ലൈംഗിക വൈകൃതമുള്ളവനാക്കിയ ആളുകൾ, അവര് മറുപടി പറഞ്ഞാൽ മതിയാകൂ എന്നുള്ളതാണ്. വളരെ സന്തോഷകരമായ നിമിഷം, വളരെ സന്തോഷകരമായ ദിവസം. ഇത്രയും ദിവസം നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, രാഷ്ട്രീയ വേട്ടയാടലായിരുന്നു അയാൾക്കെതിരെ നടന്നുകൊണ്ടിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞത് കോടതി പോലും ശരിവെക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്ന ഗൂഢാലോചനകൾ, പ്രോസിക്യൂഷൻ്റെ വാദം മാത്രം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ മതി. അല്ലേ? ബലാത്സംഗമാണ്, പീഡനയാണ്, ക്രൂരമാണ്, മർദ്ദനമാണ് എന്നൊക്കെ കോടതിയിൽ നിലനിൽക്കില്ല എന്ന് കണ്ടെടുത്ത് പ്രോസിക്യൂഷൻ അവസാനമായി പറഞ്ഞു വെച്ചത് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറക്കിയാൽ തെളിവുകൾ നശിപ്പിക്കും, പരാതിക്കാരിയുടെ ജീവന് തന്നെ ഭീഷണിയാകും, അയാൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്നൊക്കെയല്ല പറഞ്ഞുണ്ടാക്കിയത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്? അങ്ങനെ പറയേണ്ടി വന്നത് ഈ ബലാത്സംഗം, പീഡനം, ക്രൂരത, മർദ്ദനം, സാമ്പത്തിക ചൂഷണം എന്നൊക്കെ പറയുന്നത് കോടതിയിൽ നിലനിൽക്കില്ല എന്നുള്ളത് കൊണ്ടായിരുന്നു. ഒരു പരാതിയിൽ ആർക്കെന്ത് വേണമെങ്കിലും പറയാം, അല്ലേ? ഈ പരാതിയിൽ പറയുന്ന കാര്യം ശരിയാണോ എന്ന് നോക്കാനാണല്ലോ കോടതി. ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഏറ്റവും ഒടുവിൽ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ നിലനിൽക്കില്ല എന്ന് കണ്ടപ്പോൾ രാഹുലിനെ പുറത്തിറക്കിയാൽ പരാതിക്കാരിയുടെ ജീവന് ഭീഷണിയാകും, തെളിവുകൾ നശിപ്പിക്കപ്പെടും എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. എന്താ? കോടതിയിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നില്ല എന്ന്. കോടതി തിരിച്ചൊരു ചോദ്യം, ഈ അന്വേഷണവുമായി സഹകരിക്കാത്ത വ്യക്തിയുടെ പൊട്ടൻഷ്യൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ
ലൈംഗിക ഉത്തേജന പരിശോധന ഇത് എങ്ങനെ നടത്തി എന്ന് കോടതി ചോദിക്കുക. അപ്പോൾ അതിനു മുമ്പിൽ മറുപടിയില്ല. പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത് എന്താ, അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായിരുന്നില്ലേ നമുക്ക്, കോടതി ഇപ്പം എന്നല്ലേ നിരീക്ഷിച്ചത്. ഇന്നലെ ഈ ബലാത്സംഗമാണ്, പീഡനമാണ് എന്നൊക്കെ ഇവരിങ്ങനെ തട്ടി വിടുമ്പോൾ കേരളത്തിലെ മാപ്രകളോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, കോടതിക്ക് മുകളിലും ഒരു പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിങ്ങൾക്ക് വല്ല അർഹതയുമുണ്ടോ എന്നുള്ളതാണ്. ഇതിന്റെ മാനദണ്ഡം എന്താണെന്നാണ്. കോടതി ഈ പറഞ്ഞ പരാതിയിൽ പറയുന്ന ബലാത്സംഗം കോടതി അംഗീകരിച്ചിട്ടില്ല, പീഡനം കോടതി അംഗീകരിച്ചില്ല, സാമ്പത്തിക ചൂഷണം കോടതി അംഗീകരിച്ചിട്ടില്ല, ദേഹോപദ്രവം കോടതി അംഗീകരിച്ചിട്ടില്ല, രാഹുൽ ചെയ്തു എന്ന് പറയുന്ന ക്രൂരതകൾ ഇതൊന്നും കോടതി അംഗീകരിച്ചിട്ടില്ല. ഇനി ഇതൊന്നും അംഗീകരിക്കില്ലെന്ന് പ്രോസിക്യൂഷന് തന്നെ ഉറപ്പുള്ള കേസിൽ കേരളത്തിലെ മാധ്യമങ്ങള് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടിയത്? എന്തടിസ്ഥാനത്തില്? നിങ്ങൾ മാപ്പ് പറയണം. ഈ പറഞ്ഞതും കെട്ടിപ്പടിച്ചതും നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത തലക്കെട്ടുകളും ഒക്കെ പിൻവലിച്ചുകൊണ്ട് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾ മാപ്പ് പറയണം. അതാണ് ധാർമ്മികത, അതാണ് മര്യാദ, അതാണ് മാന്യത എന്നുള്ളത് നിങ്ങൾ ആരും മറക്കരുത്. കാരണം വാർത്താ മാധ്യമങ്ങൾ, മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യത്തിന് പിറകെ ആയിരിക്കണം, റിയാലിറ്റിക്ക് പിറകെ ആയിരിക്കണം, യാഥാർത്ഥ്യങ്ങൾക്ക് പിറകെ ആയിരിക്കണം. ഒരു പരാതി, കെട്ടിച്ചമച്ച പരാതിക്ക് മുന്നിൽ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇങ്ങനെ പിച്ചി ചീന്തുമ്പോ ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണമായിരുന്നു. ഒരു കോടതിയിൽ വാദങ്ങളും പ്രതിവാദങ്ങളും വിചാരണയും നേരിടുന്നതിന് മുമ്പ് മാധ്യമ വിചാരണ നടത്തി രാഹുൽ മാങ്കൂട്ടത്തിലെ ചവിട്ടി താഴ്ത്താനായിരുന്നില്ലേ നിങ്ങൾ ശ്രമം? നിങ്ങളുടെ അജണ്ടകൾ എവിടെ നിന്നുണ്ടായ അജണ്ടയാണെന്ന് നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയണം. നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയണം, നിങ്ങൾ തിരുത്തണം. മാധ്യമ പ്രവർത്തനമാണെങ്കിൽ അത് തിരുത്തിയേ മതിയാകൂ. അതാണ് മാധ്യമ പ്രവർത്തനമാകേണ്ടത്. ഇനി ഈ അറസ്റ്റ്, അയാളുടെ വിലപ്പെട്ട സമയം, ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുന്നതിന്റെ തൊട്ടു മുൻപ് അയാൾക്കുണ്ടാക്കിയ നാണക്കേട്, മാനക്കേട്, അയാൾക്കുണ്ടാക്കിയ വേട്ടയാടൽ, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് 18 ദിവസം അയാൾക്ക് നഷ്ടപ്പെട്ട 18 ദിവസം, ഇതിനൊക്കെ മറുപടി ആര് പറയും? പിണറായി വിജയൻ പറയുമോ? കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പറയുമോ? ഈ കേസിൽ ഞാൻ പറയുന്നു, ഈ പരാതിക്കാരിക്കെതിരെയും കേസെടുക്കണം, ഗൂഢാലോചനക്കെതിരെ കേസെടുത്തേ മതിയാകൂ. കാരണം ഒരു ജനപ്രതിനിധിയുടെ, ഒരു പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന അത്രയും വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള, സ്റ്റാർഡമുള്ള, സ്വീകാര്യതയുള്ള, ജനപിന്തുണയുള്ള ഒരു യുവജന നേതാവിനെയാണ് വേട്ടയാടിയത്. അയാളുടെ 18 ദിവസമാണ് ജയിലഴിക്കുള്ളിലിട്ടത്. ഇതിനെതിരെ കേസെടുത്തേ മതിയാകൂ. നിയമപരമായ നടപടികൾ ഇതിനെതിരെ ഉണ്ടാവണമെന്നുള്ളതാണ്. അല്ലേ? സ്വമേധയാ പോലീസ് പല കാര്യങ്ങളിലും കേസെടുക്കുന്നുണ്ടല്ലോ. ഒരു ജനപ്രതിനിധിയെ ഇങ്ങനെ കൊത്തിക്കീറാൻ ഇട്ടുകൊടുത്തതിന് ഒരു സ്വമേധയാ കേസ് എടുക്കണമെന്നുള്ളതാണ്. കാരണം വ്യാജമായ പരാതിയാണ് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്തിന് ഒരു കയ്യടി അർഹിക്കുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിരപരാധിത്വം, ഈ പറഞ്ഞിരിക്കുന്ന പരാതികൾ അത്രയും വ്യാജമാണെന്ന് തെളിയിക്കാൻ അയാൾ നടത്തിയ പോരാട്ടം, അതിനോടൊപ്പം രാഹുലിൻ്റെ പോരാട്ടത്തിന് വേണ്ടി ഞാനൊരു കാര്യം പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചവർ ഇന്നീ നിമിഷം വരെ ₹1 പൈസയുടെ ഉപകാരമോ പ്രതിഫലമോ കിട്ടാതെ രാഹുലിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അത് ധാർമ്മികത മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാ. കാരണം കുറ്റക്കാരനാവുന്നത് ധാർമ്മികതയുടെ മുന്നിലാണ്. ആ കുറ്റക്കാരനാവുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, ഇപ്പുറത്തുള്ളവരും കുറ്റക്കാരാണ്. ഇനി അതല്ല, രാജ്യത്തിൻ്റെ നിയമപ്രകാരമാണ് കുറ്റം ആരോപിക്കുന്നതും കുറ്റക്കാരനാകുന്നതുമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനല്ല. അയാൾ രാഷ്ട്രീയ വേട്ടയാടലിൻ്റെ ഇരയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമുക്കാർക്കുമില്ല. അല്ലേ? ഇത് നമ്മൾ ആഘോഷിക്കുകയാണ്. കാരണം ഇന്ന് കുരുപൊട്ടുന്ന ആളുകൾ ഒരുപാടധികം ഉണ്ടാവും. ഇന്ന് വൈകുന്നേരമാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങുമ്പോൾ കുരുപൊട്ടുന്ന ആളുകൾ പല ആളുകൾ ഉണ്ടാകും. ഒരു കാര്യം ഇവിടെ ഉറപ്പാ, 1, 2, 3 ഇനിയും വരും പരാതികള്. വരട്ടെ, എത്രയാണെങ്കിലും വരട്ടെ, 1000 വന്നാലും ശരി. ഈ വേട്ടയാടലുകൾക്ക് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ നിങ്ങൾക്ക് ചവിട്ടി താഴ്ത്താൻ കഴിയില്ല. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അയാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേട്ടക്കാർക്ക് ആർക്കും വേണ്ട. പരാതികൾ കെട്ടിച്ചമച്ചുണ്ടാക്കാൻ, വ്യാജങ്ങൾ പടച്ചുവിടാൻ, കാമുകിമാരായി കൂടെ കടന്നവര് പീഡനമായി മാറി എന്ന് പറയുമ്പോ അതിനെതിരെ പോരാടാൻ, ശബ്ദമുയർത്താൻ കേരളത്തിന്റെ പൊതുസമൂഹം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മനസ്സിലായില്ലേ? ഇവിടെ സദാചാര പോലീസിംഗ് ഒന്നല്ല നടക്കുന്നത്. ഈ രാജ്യത്തൊരു നിയമമുണ്ട്, ഒരു ജുഡീഷ്യറി ഉണ്ട്, നിയമവ്യവസ്ഥയുണ്ട്. അതിൻ്റെ മുന്നിൽ
രാഹുൽ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ രാജ്യത്തിന്റെ നിയമത്തിന് മുന്നിൽ താൻ കുറ്റക്കാരനല്ലെന്ന് ബോധ്യമുള്ളിടത്തോളം കാലം നിയമ പോരാട്ടം തുടരും. അയാളെ വേട്ടയാടി വ്യാജ പരാതികൾ ഉണ്ടാക്കിയവര്, നിങ്ങളൊരു കാര്യം ആലോചിച്ചോ, ഈ പരാതി ജനിച്ചത് തന്നെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാ. അതാ ഈ പരാതി ഉണ്ടാക്കിയതും ആ പരാതി വന്നപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഈ പരാതി പുറം ലോകം അറിയാതിരിക്കുന്നതിനുണ്ടായ കാരണവും രാഹുൽ മാങ്കൂട്ടത്തിനെ അകത്തിടണമെന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു. ഇനി വേണ്ടത്, ഇപ്പൊ കോടതിയുടെ നിരീക്ഷണം വളരെ കൃത്യമാണ്. ബലാത്സംഗമല്ല, പീഡനമല്ല, സാമ്പത്തിക ചൂഷണമില്ല, ക്രൂരതയില്ല, ഇതൊക്കെ വെറും കെട്ടിച്ചമച്ചതാണ്. നടന്നത് സ്വന്തം ഇഷ്ടപ്രകാരമുണ്ടായ ഒരു അവിഹിതമാണ് എന്ന് കോടതി തന്നെ പറയുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയും ദിവസം അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത് എന്തിന്റെ പേരിലാണെന്ന് ഈ ചെയ്ത ആളുകള്, ഇതിന് നിർദ്ദേശം നൽകിയ പിണറായി വിജയൻ അടക്കമുള്ള ആളുകള് ഈ സമൂഹത്തോട് പറയണമെന്നുള്ളതാ. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പല പകയും ശത്രുതയും വൈരാഗ്യവും രാഹുൽ മാങ്കൂട്ടത്തിനോടുണ്ടായേക്കാം. പക്ഷേ അത് തീർക്കേണ്ടത് അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ആ ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഇയാളെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ രാത്രിക്ക് രാത്രി അയാളുടെ മുറിയിൽ ചെന്ന് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി, അതും ഒരു ശനിയാഴ്ച ദിവസം തിരിച്ചു നോക്കി. കാരണം ഞായറാഴ്ച കോടതി അവധിയാണ്. മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോയാൽ എന്താണെങ്കിലും ഉറപ്പായിട്ടും അയാളെ റിമാൻഡ് ചെയ്യുമെന്നുള്ള കാര്യം അറിയാം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി കളിച്ച ആളുകൾ ഈ സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് മാത്രമല്ല, ഇതിനൊക്കെയുള്ള തിരിച്ചടി വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനം നിങ്ങൾക്ക് കാത്തുവെച്ചിട്ടുണ്ട്. ജനം ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം ഏത് വിജയനും ഏത് വിജയന്റെ അടിമയും മറക്കണ്ട എന്നുള്ളതാണ്.